ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് 1 കപ്പ് ഇതേപോലെയുള്ള മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പൾപ്പ് കിട്ടുന്ന രീതിയിലുള്ള മാങ്ങ എടുക്കുക. ഇത് ഞാൻ നല്ല ദശ കട്ടിയുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇതിനധികം നാരൊന്നുമില്ല. നാരില്ലാത്ത മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജ്യൂസറിൽ അടിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ മാംഗോ പൾപ്പ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നാരുള്ളത് മാങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജ്യൂസറിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് പൾപ്പ് മാത്രമാണ് കിട്ടുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നമ്മൾ മിക്സി ജാറിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അരിപ്പയിൽ വെച്ച് അരിക്കേണ്ടി വരും. അപ്പോൾ ഈ മാങ്ങയാണെങ്കിൽ നമുക്ക് അരിച്ച് എടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കത് നന്നായി മിക്സിയിൽ നിന്നിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ 2 കപ്പ് പാല്, 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, അതായത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ടീസ്പൂൺ ഒന്നുമല്ല, നമുക്ക് ടേസ്റ്റിന് വേണ്ടി എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഇത് കട്ട കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കട്ട കിട്ടും. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് പാല് എടുത്തിട്ട് കട്ട കെട്ടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം തണുത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന മധുരം കുറച്ചാണ് നമുക്ക് തണുത്ത് വരുമ്പോൾ ഫീൽ ചെയ്യുക. അപ്പോൾ മധുരമൊക്കെ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മളിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ആ ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൽ നിന്ന് പതുക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ തീ സ്വിം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മളിത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ, ഗോതമ്പിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ല നമ്മുടെ ഏലക്കായാണ് ചേർക്കേണ്ടത് വെച്ചെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണം. ഏലക്കായുടെ ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം വാനില എസൻസ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മിക്സും അതുപോലെ തന്നെ മാംഗോൻ്റെ പ്യൂരിയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. മിക്സി ജാറിനകത്ത് ബീറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അത് ഒരു ഹാൻഡ് മിക്സർ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും നമുക്ക് നല്ല ഐസ്ക്രീം തന്നെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ക്രീം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീമിന്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമിന് നമുക്ക് മധുരമില്ല. അപ്പോൾ ഇതിനകത്ത് ഇതിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ആണ് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ മുമ്പ് ചേർത്ത പഞ്ചസാരയിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്തിട്ട് വെച്ചെങ്കിൽ അത് മതി. നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ മധുരത്തിൽ നമ്മൾ ചേർക്കേണ്ടത്. നമ്മൾ നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ പാത്രം അതുപോലെ തന്നെ ഈ വിസ്കും നന്നായി ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്കിതൊന്ന് നന്നായി ഇപ്പോൾ നമ്മൾ
കേക്കിനൊന്നും ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ അത്ര ക്രീമി ആയി വരുന്നൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ മിക്സി ജാറിനകത്ത് അടിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം മിക്സി ജാറിനകത്ത് ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏലക്കായ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയും കൂടിയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാംഗോ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ പിന്നീട് 2 മണിക്കൂറിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് നമ്മൾ നന്നായി റാപ്പ് ചെയ്ത് വെക്കാം. എങ്കിൽ മാത്രമേ നമുക്കതിൽ ഐസ് ക്യൂബൊന്നും ഫോം ചെയ്യാതെ കിട്ടുള്ളൂ. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരുവിധം ചെറിയ തോതിലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതൊന്നും കൂടിയും നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സി ജാറിനകത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിലത്തെ എന്തെങ്കിലും നല്ല ഒന്നും കൂടി തിക്ക് ഫോമും അതുപോലെ നല്ല ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലായാലും നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ഞാനൊക്കെ ഐസ്ക്രീമിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് ഐസ്ക്രീം സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ നമുക്ക് ഐസിൻ്റെ ഇതൊക്കെ അതുപോലെ തന്നെ അത്ര ക്രീമി ആയിട്ട് വരാറില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മൂടി അടയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഐസ് ക്യൂബൊന്നും വരില്ല, അതുപോലെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യില്ല. അതുപോലെ മാക്സിമം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വെച്ചെങ്കിൽ മിക്സി ജാറിനായാലും ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടായാലും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് വെച്ചെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഇതിൽ മാംഗോൻ്റെ ചെറിയ ചെറിയ പീസുകളുണ്ട്, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. മാക്സിമം നല്ല മധുരമുള്ള ഇതെടുക്കാൻ ശ്രദ്ധിക്കുക, മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നാരുകളില്ല വെച്ചെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇതിനകത്ത് ചേർക്കുമ്പോൾ നമുക്ക് ഐസ്ക്രീമിനകത്ത് നാര് കടിക്കുമ്പോൾ അത്ര വലിയ സുഖം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓവർനൈറ്റ് വെക്കാം. ഞാൻ ഓവർനൈറ്റാണ് വെക്കണേ. മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിരിക്കും. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇത് ഓവർനൈറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുക, ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം ഒരുവിധം സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്തൊക്കെ നല്ല ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും കുറച്ച് നേരം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പായിട്ടൊന്ന് പുറത്തേക്ക് ഇറക്കി വെക്കുക. അപ്പോഴും ഒന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ സ്കൂപ്പ് ചെയ്യുന്ന സ്കൂപ്പറോ അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണോ എടുക്കുന്നത് അത് ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സാധാരണ ഇത് സെറ്റ് ചെയ്യാൻ വെക്കാറ് ഐസ്ക്രീമിൻ്റെ നമ്മൾ ഏതെങ്കിലും ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിന്നുണ്ട് വെച്ചെങ്കിൽ അതിനകത്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ഇതൊരു നല്ലൊരു ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിട്ടിയ കാരണം വെച്ചതാണ്. അപ്പോൾ ഇതിന് ഇത്തിരി കട്ടി കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചൊന്ന് ടൈറ്റായോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് പാത്രമാണെന്ന് വെച്ചെങ്കിൽ നല്ലതായിരിക്കും. ഐസ്ക്രീമിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ തന്നെ സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഇതിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പർ എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ സ്കൂപ്പറൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കുഴിയുള്ള നല്ല തവിയുണ്ട് വെച്ചെങ്കിൽ അതുകൊണ്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് നമ്മൾ തണുപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം ഇത് എത്ര കൊണ്ട് ക്രീമിയാണ് എന്നുള്ളത്. ഇതേപോലെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം.
അപ്പോൾ നമ്മൾ സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ട് വെച്ചെങ്കിൽ അതിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ബദാമും പിസ്തയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്